ഹായ് ഓൾ, വെൽക്കം ടു spur&spices ടിപ്പൊട്ട്ലി. ഇന്ന് നമ്മൾ ഒരു വെജ് സ്റ്റാർട്ടറുമായിട്ടാണ് വന്നിരിക്കുന്നത്. പനീർ ടിക്ക. നമ്മുടെ പനീർ ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 200 ഗ്രാമോളം പനീർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇവിടെ ഗ്രീൻ ആൻഡ് യെല്ലോ കളറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ റെഡ് കിട്ടാനുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് ആണ്. അതുപോലെ തന്നെ ഒരു വലിയ സവാള. ഇവിടെ ഇപ്പോൾ നമ്മൾ എല്ലാം ഒരു ക്യൂബ് സൈസിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് മാത്രം നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തേക്കുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റും ക്യൂബ് സൈസിൽ തന്നെ കട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് സ്ക്യൂവേഴ്സ് ആണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ചെറിയ സ്ക്യൂവേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ സ്ക്യൂവേഴ്സ് കിട്ടാനില്ലാത്തവർക്ക് നമുക്ക് വേണമെങ്കിൽ ഇത് ടൂത്ത് പിക്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനി മാരിനേഷനിലേക്ക് കടക്കാം. അതിനായിട്ട് നമുക്കൊരു വലിയ ബൗൾ എടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പൊടികൾ ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ആണ്. കൂടെ തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കാശ്മീരി ചില്ലിയാണ്. 2 ടീസ്പൂണോളം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ 2 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം നമുക്ക് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം നമ്മൾ ഒരു മണിക്കൂറോളം നോർമൽ റൂം ടെമ്പറേച്ചറിൽ വെക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു മണിക്കൂറോളം വെച്ച് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിത് സ്ക്യൂവേഴ്സിലേക്ക് അറേഞ്ച് ചെയ്യാം. നമ്മളിപ്പോൾ ആദ്യം ഇവിടെ ആഡ് ചെയ്യുന്നത് നമ്മുടെ ക്യാപ്സിക്കം ആണ്. അതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ നമ്മൾ സവാള ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പനീറിൻ്റെ ഒരു കഷ്ണമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മളൊരു ക്യാരറ്റിൻ്റെ പീസും ഫൈനലി നമ്മളൊരു യെല്ലോ കളർ ക്യാപ്സിക്കം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓരോരോ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റിയൊക്കെ എടുക്കാം കേട്ടോ. വേണമെച്ചാൽ ഇനി കൂടുതൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മൾ 2 രീതിയിൽ ടിക്ക ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ നേരിട്ട് തവയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന രീതിയാണ്. ഇനി ഒരെണ്ണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സ്ക്യൂവേഴ്സിൽ അറേഞ്ച് ചെയ്യുന്നതിന് പകരം ഡയറക്റ്റായിട്ട് നമ്മൾ ഓയിലിട്ടിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഈ സ്ക്യൂവേഴ്സിൽ അറേഞ്ച് ചെയ്യുന്ന രീതിയാണ്. ഇനിയിപ്പോൾ നമുക്ക് സ്ക്യൂവേഴ്സ് ഇല്ലാത്തൊരു സമയമാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ വിഷമിക്കേണ്ട. നമ്മുടെ സാധാ ടൂത്ത് പിക്കിൽ നമുക്കിത് അറേഞ്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടിക്കാസൊക്കെ നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇത് നമ്മളിതാ ടൂത്ത് പിക്കിൽ കുത്തിയ ടിക്കാസാണ്. ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ സ്ക്യൂവേഴ്സിൽ ചെയ്ത ടിക്കാസാണ് ഇത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രൈയിങ് പാൻ ചൂടാക്കാൻ വെക്കാം. ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓരോ ടിക്കാസായിട്ട് ഇതിലേക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പനീർ ടിക്കയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇതിൽ തന്നെ ഒരുപാട് വേരിയേഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ തൈര് ആഡ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. നമ്മളിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഏറ്റവും എളുപ്പത്തിൽ ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള രീതിയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതെല്ലാ സൈഡും ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിക്കണം.
അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോന്നായിട്ട് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ തവ ഫ്രൈ പനീർ ടിക്ക റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ മെത്തേഡിൽ എങ്ങനെയാണ് പനീർ ടിക്ക ചെയ്യണമെന്നുള്ളതാണ് കാണിച്ചു തരാൻ പോണത്. അതിനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും വെജിറ്റബിൾസും എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ 2 രീതി കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതിൻ്റെ പ്രോസസ്സ് എല്ലാം തന്നെ സെയിം ആണ്. ഒന്നേ ഒരു വ്യത്യാസമേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ മുന്നത്തെ മെത്തേഡിൽ നമ്മൾ ആദ്യം തന്നെ സ്ക്യൂവറിൽ അത് അറേഞ്ച് ചെയ്തതിന് ശേഷമാണ് ഫ്രൈ ചെയ്യണത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ അതിനൊന്ന് അറേഞ്ച് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയ പനീറും വെജിറ്റബിൾസും ഇനി നമുക്ക് സ്ക്യൂവേഴ്സിലേക്ക് അറേഞ്ച് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ടൂത്ത് പിക്കിൽ അറേഞ്ച് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. അതിന് ആദ്യം ഒരു ക്യാപ്സിക്കം, പിന്നിൽ നമ്മൾ ഒരു പനീറും, അങ്ങനെ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് അറേഞ്ച് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ 2 രീതിയിൽ ചെയ്തപ്പോഴേ കണ്ട വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ സ്ക്യൂവറിൽ അറേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചുകൂടെ എളുപ്പം ഫ്രൈ ചെയ്തതിന് ശേഷമാണ്. കാരണം മറ്റേതാകുമ്പോൾ ഇച്ചിരി ഒരു ഹാർഡ്നെസ് ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള പനീർ ടിക്കയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട് us. Thank you. Bye-bye.